നമസ്കാരം. ഇന്ന് നമ്മൾ യൂണിറ്റ് 4 ഇൻസ്റ്റലേഷൻ ഓഫ് എയർ കണ്ടീഷണർ എന്ന ചാപ്റ്ററാണ് എടുക്കുന്നത്. ഈ ചാപ്റ്ററിനെ കുറിച്ച് ഒരു ഫീൽഡ് വിസിറ്റിന്റെ വിർച്വൽ ഫീൽഡ് വിസിറ്റ് നമ്മുടെ ഹിവാക്കോയുടെ മോഹൻകുമാർ സാർ നടത്തിയിരുന്നു. അതിന്റെ 2 പാർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുള്ളപ്പോൾ ഇതിന്റെ ഇൻസ്റ്റലേഷൻ ഓഫ് എയർ കണ്ടീഷണർ, എങ്ങനെയാണ് ഒരു എയർ കണ്ടീഷണർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ്, അതിനുശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് അതിൽ പരാമർശിക്കപ്പെടാതെ പോയ ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഡെഫിനിഷൻ ഓഫ് എയർ കണ്ടീഷണർ. എന്താണ് എയർ കണ്ടീഷണർ? എയർ കണ്ടീഷണർ ഈസ് എ മെഷീൻ യൂസ്ഡ് ടു ചേഞ്ച് ദ പ്രോപ്പർട്ടി ഓഫ് എയർ for human comfort or industrial application by controlling the temperature, humidity and purity of air. എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ സൗകര്യമായ കാലാവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടിയോ വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയോ വായുവിൻ്റെ ഊഷ്മാവും ആർദ്രതയും ശുദ്ധതയും ഒരേ സമയം നിയന്ത്രിക്കുന്നതിനെയാണ് എയർ കണ്ടീഷനിങ് എന്ന് പറയുക. ഇത് ചെയ്യുന്ന ഉപകരണത്തിനാണ് എയർ കണ്ടീഷണർ എന്ന് പറയുക. എയർ കണ്ടീഷൻ ചെയ്യുമ്പോൾ ഒരു സ്പേസിൽ നിന്നും ഹീറ്റ് റിമൂവ് ചെയ്യുകയാണ്. ഹീറ്റ് റിമൂവ് ചെയ്യുമ്പോഴാണ് എയർ കണ്ടീഷൻ ചെയ്ത സ്പേസിൽ അല്ലെങ്കിൽ റെഫ്രിജറേഷൻ ചെയ്ത സ്പേസിൽ തണുപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ തണുപ്പുണ്ടാവണമെന്നുണ്ടെങ്കിൽ ഹീറ്റ് റിമൂവ് ചെയ്യണം. അതല്ല എങ്കിൽ ചൂട് ആക്കണമെങ്കിൽ അതിലേക്ക് അത്രയും അളവിൽ ഹീറ്റ് സപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു മുറിയിൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനായി എത്രമാത്രം ഹീറ്റ് ആ മുറിയിൽ നിന്ന് നീക്കം ചെയ്യണം അല്ലെങ്കിൽ ആ മുറിയിലേക്ക് നൽകണം എന്നതിനെ കണക്കാക്കുന്നതാണ് ഹീറ്റ് ലോഡ്. ഇത് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ മാർക്കറ്റിൽ പല തരത്തിലുള്ള എയർ കണ്ടീഷണറുകൾ, പല കപ്പാസിറ്റിയുള്ള എയർ കണ്ടീഷണറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഏത് കപ്പാസിറ്റിയുള്ള എയർ കണ്ടീഷണറാണ് നമ്മുടെ ആ പ്രത്യേക റൂമിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റിലേക്ക് വേണ്ടത് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താണ് ഹീറ്റ് ലോഡ് എന്ന് നമുക്ക് നോക്കാം. ദ ടോട്ടൽ ഹീറ്റ് റിക്വയർഡ് ടു റിമൂവ് ഫ്രം ദ സ്പേസ് ഇൻ ഓർഡർ ടു ബ്രിങ് ഇറ്റ് അറ്റ് ദ ഡിസൈർഡ് ടെമ്പറേച്ചർ ഈസ് നോൺ ആസ് ഹീറ്റ് ലോഡ് ഓർ കൂളിംഗ് ലോഡ്. റെഫ്രിജറേഷന്റെ യൂണിറ്റ് ആണ് ടൺ ഓഫ് റെഫ്രിജറേഷൻ. റെഫ്രിജറേഷന്റെ പ്രാക്ടിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എക്സാമിനേഷനൊക്കെ ചോദിക്കാം, ടൺ ഓഫ് റെഫ്രിജറേഷൻ ആണ്. അതെന്താണ് ടൺ ഓഫ് റെഫ്രിജറേഷൻ? വാട്ട് ഈസ് ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് റെഫ്രിജറേഷൻ എഫക്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ യൂണിഫോം മെൽറ്റിംഗ് ഓഫ് 1 ton ഓഫ് ഐസ് ഫ്രം ആൻഡ് അറ്റ് 0 degree Celsius ഇൻ 24 hours. 1 ton നമ്മൾ TR എന്ന് എഴുതി. 1 ton ഓഫ് റെഫ്രിജറേഷൻ. 1 TR is equal to 3.5 kilojoule per second. ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടാണ്. കിലോ ജൂൾ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കിലോ വാട്ടാണ്. അങ്ങനെയാകുമ്പോൾ 3.5 കിലോ വാട്ടാണ് ഒരു ടൺ ഓഫ് റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. അതിനെ ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിൽ BTUയിൽ 12000 BTU എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഉള്ള കമ്പനികളൊക്കെ ടൺ ഓഫ് റെഫ്രിജറേഷന് കിലോ വാട്ടിലാണ് അടയാളപ്പെടുത്തുന്നത്. പഴയ എയർ കണ്ടീഷണറുകളൊക്കെ BTUയിലാണ്, ബ്രിട്ടീഷ് തെർമൽ യൂണിറ്റിലാണ് കണക്കാക്കിയിരുന്നത്. റെഫ്രിജറേഷൻ സൈക്കിൾ, വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിളാണ് ഇന്ന് കൂടുതലും എയർ കണ്ടീഷണറുകളിൽ ഉപയോഗിക്കുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് കംപ്രസറാണ്. കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ ഡിവൈസ്, ഇവാപറേറ്റർ, ഈ 4 പ്രധാന ഘടകങ്ങളാണ് ഒരു വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിളിന് ഉള്ളത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം കംപ്രസറാണ്. കംപ്രസറിനെ അതുകൊണ്ട് ഹാർട്ട് ഓഫ് റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ കംപ്രസറാണ് ഈ റെഫ്രിജറന്റിനെ സിസ്റ്റത്തിൽ ഉള്ളിലൂടെ ചലിപ്പിക്കുന്നത്. നമുക്കറിയാം, സിസ്റ്റത്തിൽ നിന്ന് താപം, ഇവാപറേറ്ററിൽ നിന്ന് താപം വഹിച്ചുകൊണ്ട് കണ്ടൻസർ വഴി താപം പുറത്തേക്ക് കളയുന്നത് റെഫ്രിജറന്റ് ആണ്. റെഫ്രിജറന്റ് ഇതിനുള്ളിലൂടെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതെല്ലാം തമ്മിൽ പൈപ്പ് ഉപയോഗിച്ച്, കോപ്പർ ട്യൂബ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കും. ആ കോപ്പർ ട്യൂബിനുള്ളിലൂടെയാണ് ഈ ഓരോ യൂണിറ്റുകളിലൂടെയും റെഫ്രിജറന്റ് കടന്നു പോകുന്നത്.
ചില ഭാഗങ്ങളിൽ ഇത് ദ്രാവകമായിട്ടും ചില ഭാഗങ്ങളിൽ വാതകമായിട്ടും കടന്നു പോകാറുണ്ട്. അതുപോലെ ചില ഭാഗങ്ങളിൽ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ആണെങ്കിൽ ചില ഭാഗങ്ങളിൽ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ആണ്. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. അപ്പൊ കംപ്രസറിൽ നിന്നും ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ വേപ്പർ റെഫ്രിജറന്റ് കണ്ടൻസറിലെത്തി താപം പുറത്തുവിട്ട് വാം ഹൈ പ്രഷർ ലിക്വിഡ് റെഫ്രിജറന്റ് ആയിട്ട് മാറുന്നു. അതായത് അന്തരീക്ഷ ഊഷ്മാവിലുള്ള ഹൈ പ്രഷർ ലിക്വിഡ് റെഫ്രിജറന്റ് ആയിട്ട് മാറുന്നു. ഈ ലിക്വിഡ് റെഫ്രിജറന്റ് എക്സ്പാൻഷൻ ഡിവൈസിലെത്തി താപവും ഊഷ്മാവും കുറഞ്ഞ് എക്സ്പാൻഷൻ നടന്ന് താപവും ഊഷ്മാവും കുറഞ്ഞ് ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ ലിക്വിഡ് റെഫ്രിജറന്റ് ആയി ഇവാപറേറ്ററിൽ എത്തുന്നു. ഇവാപറേറ്ററിൽ വെച്ചിട്ട് ഇവാപറേറ്റ് ചെയ്യുമ്പോൾ താപം ആഗിരണം ചെയ്യും. അങ്ങനെ വേപ്പർ റെഫ്രിജറന്റ് ആയി മാറുകയും ചെയ്യുന്നു. ഈ വേപ്പർ റെഫ്രിജറന്റ് ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ വേപ്പർ റെഫ്രിജറന്റ് ആണ്. ഈ ലോ ടെമ്പറേച്ചർ ലോ പ്രഷർ വേപ്പർ റെഫ്രിജറന്റ് കംപ്രസർ വലിച്ചെടുത്ത് കംപ്രസ് ചെയ്ത് മർദ്ദവും ഊഷ്മാവും കൂട്ടി വീണ്ടും കണ്ടൻസറിലേക്ക് അയക്കുന്നു. ഇവാപറേറ്റർ നമ്മൾ എയർ കണ്ടീഷണറിൽ ആണെങ്കിൽ ഇവാപറേറ്റർ നമ്മുടെ ഇൻഡോർ യൂണിറ്റ് മുറിക്കുള്ളിൽ വെച്ചിരിക്കുന്ന യൂണിറ്റിലാണ് ഇവാപറേറ്റർ ഇരിക്കുന്നത്. അപ്പൊ നമ്മുടെ മുറിയിൽ നിന്നുള്ള താപം വലിച്ചെടുത്താണ് ഇവാപറേറ്ററിൽ റെഫ്രിജറന്റ് വേപ്പർ ആയിട്ട് മാറുന്നത്. അപ്പൊ മുറിക്കുള്ളിൽ തണുപ്പ് അനുഭവപ്പെടുന്നു. കണ്ടൻസർ വഴിയാണ് താപം പുറത്തു വിടുന്നത്. കണ്ടൻസർ ഔട്ട്ഡോർ യൂണിറ്റില് റൂമിന് വെളിയിലാണ് വെച്ചിരിക്കുന്നത്. കണ്ടൻസറിന്റെ ചുറ്റും ചൂട് അനുഭവപ്പെടുന്നത് നമുക്കറിയാം. വിവിധ തരത്തിലുള്ള എയർ കണ്ടീഷണറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഏതൊക്കെ എയർ കണ്ടീഷണറുകളാണുള്ളത്? വിൻഡോ എയർ കണ്ടീഷണർ. ഇത് നമ്മുടെ ജനലുകളിലും മറ്റും അല്ലെങ്കിൽ ഭിത്തിയിൽ ഉറപ്പിച്ചു വെക്കാവുന്ന തരത്തിലുള്ള ഒരു എയർ കണ്ടീഷണറാണ്. ഇതില് കംപ്രസർ, ഇതിന്റെ പ്രധാന ഭാഗങ്ങളായ കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ ഡിവൈസ്, ഇവാപറേറ്റർ, ഫാൻ മോട്ടർ എല്ലാം, ബ്ലോവർ, ഇതെല്ലാം ഒറ്റ യൂണിറ്റിലാക്കി ഒരു ചതുര ബോക്സിനുള്ളിലാക്കി കണ്ടെയ്നറിനുള്ളിലാക്കിയത് നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യുക. അതിൽ ഇവാപറേറ്ററും ബ്ലോവറും വരുന്ന ഭാഗം റൂമിനുള്ളിലേക്കും കണ്ടൻസറും കംപ്രസറും ഫാൻ മോട്ടറും വരുന്ന ഭാഗം റൂമിന് വെളിയിലും വരുന്ന രീതിയിൽ ജനലുകളിലും മറ്റും ഉറപ്പിക്കുന്നത് കൊണ്ടാണ് ഇതിനെ വിൻഡോ എയർ കണ്ടീഷണർ എന്ന് പറയുന്നത്. പോർട്ടബിൾ എയർ കണ്ടീഷണർ. പോർട്ടബിൾ എയർ കണ്ടീഷണർ വിൻഡോ എയർ കണ്ടീഷണർ പോലെ തന്നെ അതിലെ എല്ലാ ഭാഗങ്ങളും ആ ഒരു യൂണിറ്റിൽ ഉറപ്പിച്ചിരിക്കും. കണ്ടൻസറിൽ നിന്നും പുറത്തു വരുന്ന ചൂടുള്ള വായു പുറത്തേക്ക് വിടുന്നതിന് വേണ്ടി ഒരു ഡക്റ്റ് പൈപ്പ് ഉണ്ടായിരിക്കും. ഈ ഡക്റ്റ് പൈപ്പ് വഴിയാണ് കണ്ടൻസറിൽ നിന്ന് പുറത്തു വരുന്ന ചൂടുള്ള വായു പുറത്തേക്ക് വിടുന്നത്. കാഴ്ചയ്ക്ക് നമ്മുടെ എയർ കൂളർ പോലെ ഇരിക്കും. അതിന് കാസ്റ്റർ വീലൊക്കെ ഉള്ളത് കൊണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വലിച്ചു കൊണ്ടുവയ്ക്കാം. ഇതൊരു പെർമനന്റ് ഫിറ്റിംഗ് അല്ലാത്തതുകൊണ്ട് നമുക്ക് പോർട്ടബിൾ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. അത്തരത്തിലുള്ള എയർ കണ്ടീഷണറാണ്. അതുപോലെ സ്പ്ലിറ്റ് എയർ കണ്ടീഷണർ. സ്പ്ലിറ്റ് എയർ കണ്ടീഷണറാണ് ഇന്ന് സർവ്വസാധാരണമായി ഉപയോഗിക്കുന്നത്. ഒരു എയർ കണ്ടീഷണറുകളെ എണ്ണം എടുത്താൽ ഒരു 80% മേളിലും സ്പ്ലിറ്റ് എയർ കണ്ടീഷണറുകളാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ വീടുകളിലും ATMകളിലും ബാങ്കുകളിലും ഒക്കെ ഉപയോഗിക്കുന്ന സാധാരണ സ്പ്ലിറ്റ് എയർ കണ്ടീഷണർ. അത് വാൾ മൗണ്ട്, ഫ്ലോർ മൗണ്ട്, സീലിംഗ് മൗണ്ട് എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ ചിത്രങ്ങളിലൊക്കെ കാണുന്ന പോലെ ഭിത്തിയിലാണ് ഉറപ്പിക്കുന്നതെങ്കിൽ വാൾ മൗണ്ട് എന്നും, ജുവലറികളിലും മറ്റുമൊക്കെ അത് ഫിറ്റ് ചെയ്യുമ്പോൾ തറ ലെവലിൽ പിടിപ്പിക്കാറുണ്ട്, അതിനെ ഫ്ലോർ മൗണ്ട് എന്നും. അതുപോലെ സീലിംഗിൽ പിടിപ്പിക്കാറുണ്ട്, അതിനെ നമ്മൾ സീലിംഗ് മൗണ്ട് എന്നും തരംതിരിച്ചിട്ടുണ്ട്. ഇതിനൊരു ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും ആണുള്ളത്. ഇൻഡോർ യൂണിറ്റ് റൂമിനകത്തും ഔട്ട്ഡോർ യൂണിറ്റ് റൂമിന് വെളിയിലും ഫിറ്റ് ചെയ്യും. സേഫ്റ്റി എല്ലാം ഉള്ളത് കൊണ്ടാണ് ഇത് ATMകളിലും ബാങ്കുകളിലും ഒക്കെ ഉപയോഗിക്കുന്നത്. പിന്നീടുള്ളത് ടവർ ടൈപ്പാണ്. ടവർ ടൈപ്പും നമ്മുടെ ജുവലറികളിലോ ടെക്സ്റ്റൈലുകളിലോ ഫ്രണ്ട് ഓഫീസുകളിലും ഒക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ടവർ ടൈപ്പ് അല്ലെങ്കിൽ സ്ലിം AC എന്ന് പറയുന്ന AC, അത് ഒരു സ്പ്ലിറ്റ് AC ആണ്. അതിന്റെ ഇൻഡോർ യൂണിറ്റും ഔട്ട്ഡോർ യൂണിറ്റും സെപ്പറേറ്റ് ഉണ്ടാവും. അതുപോലെ കാസറ്റ് ടൈപ്പും നമ്മുടെ ലോബികളിലും ഒക്കെ ഉപയോഗിക്കുക. സീലിംഗില് ഫാൾ സീലിംഗില് ഫിറ്റ് ചെയ്യുന്ന ഇൻഡോർ യൂണിറ്റും പുറത്ത് ഔട്ട്ഡോർ യൂണിറ്റും ഉണ്ടാവും. പിന്നീടുള്ളത് ഡക്റ്റബിൾ സ്പ്ലിറ്റ് ആണ്. ഡക്റ്റ് വഴി തണുപ്പിച്ച എയർ എത്തിക്കുന്നതാണ് ഡക്റ്റബിൾ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഡക്റ്റബിൾ സ്പ്ലിറ്റ് ACയില് ഈ ഡക്റ്റ് വഴിയാണ് എയർ എത്തിക്കുന്നത്. അപ്പോൾ ഒരു ഹാള് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ 4-5 ഡക്റ്റുകൾ സീരീസ് ആയിട്ട് വെച്ചിട്ട് അതിലൂടെ എയർ സപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ മൾട്ടി സ്പ്ലിറ്റ് ഉണ്ട്. മൾട്ടി സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്ഡോർ യൂണിറ്റിൽ നിന്നും ഒന്നിലധികം ഇൻഡോർ യൂണിറ്റുകൾ. ഒരു വീട്ടില് 3 റൂം ഉണ്ടെങ്കിൽ ഒരു ഔട്ട്ഡോർ യൂണിറ്റിൽ നിന്ന്
മൂന്ന് റൂമിലുള്ള ഇൻഡോർ യൂണിറ്റിലേക്ക് റെഫ്രിജറന്റ് അയച്ച് എയർ കണ്ടീഷൻ ചെയ്യുന്ന രീതിയാണ് മൾട്ടി സ്പ്ലിറ്റ് യൂണിറ്റ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് VRF സിസ്റ്റമാണ്. അത്യാവശ്യം വലിയ ബിൽഡിങ്ങുകളിൽ, വീടുകളിലും ഓഫീസുകളിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സിസ്റ്റമാണ് വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ സിസ്റ്റം എന്ന് പറയുന്ന VRF സിസ്റ്റം. ഇതിനും ഒരു ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ടാവും. അവിടെ നിന്ന് റെഫ്രിജറന്റ് പൈപ്പുകളിലൂടെ ഓരോ റൂമുകളിലും എത്തും. ആ റൂമുകളിലെല്ലാം സെപ്പറേറ്റ് കൺട്രോൾ ഉണ്ടാവും. റൂമിൽ ഓൺ ചെയ്താൽ മാത്രമല്ല, റൂമിൽ ആൾക്കാരുണ്ടെങ്കിൽ മാത്രം, റൂമിൽ ഓരോരുത്തരെയും സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചറിൽ മാത്രം എയർ കണ്ടീഷണർ ആ റൂമിൽ വർക്ക് ചെയ്യും. 10 റൂമും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 10 റൂമിന്റെ ലോഡിൽ വർക്ക് ചെയ്യും. ഏതെങ്കിലും ഒരു റൂം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത്രയും ലോഡ് കുറയും. അപ്പോൾ കറണ്ട് ചാർജ് കുറയാൻ ഇടയാക്കും. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ്. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള കൺട്രോൾ സിസ്റ്റം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടിയാണിത്. അതുപോലെ പാക്കേജ് എയർ കണ്ടീഷണറിലും ഈ പറഞ്ഞതുപോലെ കണ്ടൻസർ ഉണ്ടാവും, കംപ്രസർ ഉണ്ടാവും, എയർ ഫിൽറ്റർ, ബ്ലോവർ, ഇവാപറേറ്റർ എല്ലാം കൂടെ എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റിൽ ചെയ്തിരിക്കും. അവിടെ നിന്നും എയർ വലിയ ഹാളുകളിലോ ഒന്നിലധികം റൂമുകളിലൊക്കെ എത്തിക്കാൻ പറ്റിയ ഒരു എയർ കണ്ടീഷണറാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് എയർ കണ്ടീഷണർ ഫിറ്റ് ചെയ്തിട്ട്, ശബ്ദത്തിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടാകാത്തൊരു ഭാഗത്ത് ഫിറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് എയർ കണ്ടീഷൻ ചെയ്ത എയർ കൊണ്ടുപോകാനുള്ള സംവിധാനമുള്ള പാക്കേജ് എയർ കണ്ടീഷണർ ഉണ്ട്. ഇത്ര എയർ കണ്ടീഷണറിൽ എയർ കൂൾഡ് എന്നും വാട്ടർ കൂൾഡ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. വെള്ളം ഉപയോഗിച്ച് അതിന്റെ കണ്ടൻസർ തണുപ്പിക്കുകയാണെങ്കിൽ അത് വാട്ടർ കൂൾഡും, എയർ ഉപയോഗിച്ചാണ് കണ്ടൻസർ തണുപ്പിക്കുന്നതെങ്കിൽ അത് എയർ കൂൾഡും ആണ്. ഇനിയുള്ളത് സെൻട്രൽ എയർ കണ്ടീഷണർ ആണ്. സെൻട്രൽ എയർ കണ്ടീഷണറിൽ ഡയറക്റ്റ് എക്സ്പാൻഷൻ സിസ്റ്റം എന്നും ചിൽഡ് വാട്ടർ സിസ്റ്റം എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പാൻഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ റെഫ്രിജറന്റ് ഇവാപറേറ്ററിൽ നേരിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് അവിടെ ഉണ്ടാവുന്ന തണുപ്പ് ഡക്റ്റ് വഴി റൂമുകളിലേക്ക് എത്തിക്കുക, അല്ലെ ഹാളിലേക്ക് എത്തിക്കുക. ചിൽഡ് വാട്ടർ സിസ്റ്റത്തിലാണെങ്കിൽ ഒന്നിലധികം നിലകളുള്ള ബിൽഡിങ്ങിലൊക്കെ ഉപയോഗിക്കുമ്പോൾ ആദ്യം ഒരു ടാങ്കിലുള്ള വെള്ളം റെഫ്രിജറന്റ് ഉപയോഗിച്ച് തണുപ്പിച്ചിട്ട് ആ വെള്ളം ഇൻസുലേറ്റ് ചെയ്ത പൈപ്പിലൂടെ എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ ചിൽഡ് വാട്ടർ ലൈനിലൂടെ എത്തിച്ചിട്ട് അവിടെ ആ റൂം തണുപ്പിക്കുന്ന രീതിയാണ്. എന്നിട്ട് ആ റൂമിന് വേണമെങ്കിൽ സെപ്പറേറ്റ് കൺട്രോളും വെക്കാം. അങ്ങനെയുള്ള രീതിയാണ് ഇത്. സെൻട്രൽ എയർ കണ്ടീഷണറാണ്. വലിയ ബിൽഡിങ്ങുകൾക്ക്, ഒന്നിലധികം നിലകളുള്ള ബിൽഡിങ്ങിലൊക്കെ ഒരു പ്ലാന്റ് ഒരു മാറി ഒതുക്കമുള്ള ഒരു സ്ഥലത്ത് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. HVAC എന്ന് പറയുന്ന സിസ്റ്റവും ഒക്കെ ഈ രീതിയിലുള്ളതാണ് HVAC. അപ്പൊ അതിൽ ഹീറ്റിങ്ങും വെന്റിലേഷനും എല്ലാം ഉണ്ടാവും. ഇത് കൂടാതെ ഡിസ്ട്രിക്ട് എയർ കണ്ടീഷണർ എന്നൊക്കെ പറഞ്ഞ് മറ്റു എയർ കണ്ടീഷണറുകളും ഉണ്ട്. ഇതാണ് പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷണറുകൾ. ഇനി വേരിയസ് ബ്രാൻഡ്, പല ബ്രാൻഡുകൾ മാർക്കറ്റിൽ കിട്ടും. നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് എയർ കണ്ടീഷണർ, കെൻസ്റ്റാർ, സാംസങ്, LG, വേൾപൂൾ, ഹിറ്റാച്ചി, പാനാസോണിക്, വോൾട്ടാസ്, ബജാജ്, ഹെയറർ, ഇലക്ട്രോളക്സ്, ഒണിഡ, ഗോദ്രേജ്, ഷാർപ്പ്, പൈനിയർ, സാംസങ്, തോഷിബ, പാനാസോണിക്, സാനിയോ, ബ്ലൂ സ്റ്റാർ, ഹിറ്റാച്ചി, നാഷണൽ, ജനറൽ, ഇലക്ട്രോളക്സ്, കരിയർ, അങ്ങനെ ഒരുപാട് എയർ കണ്ടീഷണർ ബ്രാൻഡ് ഉണ്ട് നമുക്ക് ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഡിഫറെന്റ് ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് വേരിയസ് AC മോഡൽ. ഇൻവെർട്ടർ ടെക്നോളജി ഉപയോഗിക്കുന്നത് വേരിയബിൾ ലോഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേരിയബിൾ ലോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ AC വർക്ക് ചെയ്യുമ്പോൾ കറണ്ട് ചാർജ് ലാഭിക്കാൻ പറ്റും. നമ്മുടെ റൂമിൽ ആവശ്യത്തിന് തണുത്ത് കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യും, എയർ കണ്ടീഷണറിന്റെ കപ്പാസിറ്റി കുറയ്ക്കുകയും കൂടുതൽ ചൂടുള്ളപ്പോൾ കൂടുതൽ ലോഡുള്ളപ്പോൾ കപ്പാസിറ്റി കൂട്ടുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മോട്ടറാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഇലക്ട്രിക്കൽ മോട്ടറിൽ നമ്മൾ ഇൻവെർട്ടർ മോട്ടറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ മോട്ടർ വേരിയബിൾ ഫ്രീക്വൻസി ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യിക്കുന്ന മോട്ടറാണ്. ഇനി ആന്റി ബാക്ടീരിയൽ കോട്ടിങ്, അതായത് ബാക്ടീരിയകളെ നശിപ്പിക്കാൻ പറ്റിയ കോട്ടിംഗ് ഉള്ള എയർ കണ്ടീഷണർ. എയർ പ്യൂരിഫയർ, എയറിന് എന്തെങ്കിലും ദുർഗന്ധം എന്തെങ്കിലും റൂമിലുണ്ടെങ്കിൽ ഓർഡർ റിമൂവ് ചെയ്യാൻ വേണ്ടി, ഡിഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എയർ പ്യൂരിഫയർ ഉണ്ടാവും. അതുപോലെ ഓക്സിഡൈസ് ചെയ്ത കളയാം. അതുപോലെ ഡീഹ്യൂമിഡിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കൂടുതലുണ്ടെങ്കിൽ ഡീഹ്യൂമിഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡീഹ്യൂമിഡിഫയർ അതിലുണ്ടാവും. അതുപോലെ PM 2.5 ഫിൽറ്റർ. PM 2.5 ഫിൽറ്റർ എന്ന പർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 മൈക്രോൺ വരെയുള്ള അരിച്ച് നീക്കം ചെയ്യാൻ പറ്റുന്ന ഫിൽറ്റർ. ഇപ്പൊ നമ്മൾ ഈ PM 2.5 ഒക്കെ നമ്മൾ മാസ്കിലൊക്കെ കണ്ട് നമുക്ക് നല്ല പരിചയമുള്ള ഒരു വാക്കാണ്. അപ്പൊ എന്താണ് ഈ 2.5 എന്ന് അവർ ഉദ്ദേശിക്കുന്നത്? 2.5 മൈക്രോൺ ആണ്. ഒരു മൈക്രോൺ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ അളവാണ്. ഒരു മില്ലിമീറ്റർ എന്നറിയാലോ, നമ്മുടെ സ്കെയിലൊക്കെയുള്ള ഏറ്റവും ചെറിയ അളവുണ്ടല്ലോ, അതിനെ വീണ്ടും 1000 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനെ 1000 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിലൊന്നാണ് ഒരു മൈക്രോൺ എന്ന് പറയും. അതായത് 10⁻⁻6 ഒരു മൈക്രോൺ ആയിട്ട് വരിക. അപ്പം വളരെ ചെറിയ അളവാണ്. നമ്മുടെ തലമുടിക്ക്, നമ്മുടെ ഒരു മുടി എടുത്താൽ ആ മുടിക്ക് ഒരു 30 മൈക്രോൺ വരെയൊക്കെ തിക്നെസ് ഉണ്ടാവും.
അതുപോലെ ബ്ലൂ ഫിൻ കോയിൽ ഏരിയ കൂട്ടാൻ വേണ്ടി ഫിൻസ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് അലുമിനിയം കൊണ്ടാണ് ഫിറ്റ്. ഈ അലുമിനിയത്തിന് ബ്ലൂ കളറുള്ള ഒരെണ്ണം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതാണ് ബ്ലൂ ഫിൻ കോയിൽ. അത് അനഡൈസ് ചെയ്തിട്ട് കുറച്ചുകൂടെ സ്ട്രെങ്ത് ആക്കിയിട്ട് പെട്ടെന്ന് ഇത് ബ്ലോക്ക് ആയി പോവാതെ സ്ട്രെങ്ത് ആക്കിയിട്ടുള്ള കോയിലാണ്. പിന്നെ അതുപോലെ തന്നെ കോപ്പർ കോയിൽ, ഇതിന്റെ പരസ്യത്തിൽ കാണാം ഫുൾ കോപ്പർ എന്നൊക്കെ പറയണം. അതായത് കണ്ടൻസറിന്റെ ഇവാപ്പറേറ്ററിന്റെയും കോയിലുകളും കോപ്പർ ആയിരിക്കും. ചിലതിൽ അത് അലുമിനിയം കോയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം വില കുറവുണ്ടായിരിക്കും. കോപ്പർ കോയിൽ ഉപയോഗിക്കുമ്പോൾ വില കൂടുതലുണ്ടാവും. അപ്പം അതാണ് അവർ കോപ്പർ കോയിൽ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്. കണ്ടൻസറിന്റെ ഇവാപ്പറേറ്ററിന്റെയും കോയിലാണ് അങ്ങനെ വരിക. പിന്നെ വൈഫൈ ഉള്ള എയർ കണ്ടീഷണറുണ്ട്. അപ്പൊ നമ്മൾക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ എ സിയെ എവിടെ നിന്ന് വേണമെങ്കിലും ഓണും ഓഫും ഒക്കെ ആക്കി അല്ലെങ്കിൽ സെറ്റ് ചെയ്തില്ല. നമ്മുടെ റൂമിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ എ സി മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്ത് വൈഫൈ കണക്ടിവിറ്റിയിലൂടെ നമുക്ക് വേണമെങ്കിൽ വെളിയിൽ നിന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് വൈഫൈ ഉള്ള എ സി. അതുപോലെ ഐ ഫീൽ നമ്മുടെ പ്രത്യേക ഇതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തില്ല ഓരോരുത്തർക്ക് വേണ്ടിയിട്ട്. അതുപോലെ ബ്ലോക്ക് ക്ലീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫിൽറ്റർ ക്ലീനിങ്ങിനുള്ള ഒരു ഓട്ടോമാറ്റിക് സംവിധാനം, അതിലുള്ള ബ്ലോക്ക് ക്ലീന് ചൂട് ആക്കുന്ന ഒരു രീതിയാണ്. അതുപോലെ ഹിഡൻ ഡിസ്പ്ലേ, ഈ ബോർഡിന്റെ അകത്ത് തന്നെ ഡിസ്പ്ലേ ആണ്. അപ്പൊ നമുക്ക് എ സി വെറുതെ ഇരിക്കുമ്പോൾ ഡിസ്പ്ലേ ബോർഡ് കാണത്തില്ല, പക്ഷെ എ സി ഓൺ ആക്കി കഴിയുമ്പോൾ അകത്ത് നിന്ന് ഡിസ്പ്ലേ കാണാൻ പറ്റുന്ന ഹിഡൻ ഡിസ്പ്ലേ. അപ്പൊ എനർജി എഫിഷ്യൻസി റേഷ്യോ അത് ER റേറ്റിംഗ് എന്നാ പറയും. ER റേറ്റിംഗ് കൂടുതലുള്ള എ സി ആണ് ലാഭം. ER റേറ്റിംഗ് കൂടുതലുള്ളതിന് കുറച്ച് കറണ്ട് ഉപയോഗിച്ചാൽ മതി, കൂടുതൽ തണുപ്പ് ഉണ്ടാക്കില്ല, കൂടുതൽ ഹീറ്റ് അബ്സോർവ് ചെയ്ത് വലിച്ചു കളയാൻ പറ്റും. എനർജി എഫിഷ്യൻസി റേഷ്യോ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ കൂളിംഗ് കപ്പാസിറ്റി ആൻഡ് പവർ ഇൻപുട്ട് ഓഫ് എയർ കണ്ടീഷണർ. അതായത് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്ര കൂളിംഗ് കപ്പാസിറ്റി ഉണ്ടോ അത് വാട്ടിലാക്കിയിട്ട് അതിനു വേണ്ടി എത്ര പവർ ഉപയോഗിക്കുന്നുണ്ടോ അതും വാട്ടിലാക്കും. അങ്ങനെ രണ്ടിന്റെ യൂണിറ്റ് വാട്ടിലാണ്. എന്നിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി എഫിഷ്യൻസി റേഷ്യോ കിട്ടും. അതിന്റെ ഒരു ഉദാഹരണം, if 110 refrigeration air conditioner consume 1000 watt power, the ER is 110 rating is എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 3500 വാട്ട്. 3.5 കിലോ വാട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് 3500 വാട്ടാണ്. അപ്പൊ അത് എന്റെ ഫോർമുല എന്താണ്? കൂളിംഗ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ പവർ ഇൻപുട്ട്. അപ്പൊ കൂളിംഗ് കപ്പാസിറ്റി 3500 വാട്ടും അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന കറണ്ട് എത്രയാണ്? 1000 വാട്ടും. അപ്പം 3.5 വാട്ട് പെർ വാട്ടാണ്. അപ്പൊ അതിന്റെ ER റേറ്റിംഗ് എന്ന് പറയുന്നത് 3.5 ആണ്. അപ്പൊ ER റേറ്റിംഗ് കൂടുതലുള്ളപ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? കുറച്ച് കറണ്ടേ ആ എ സി എടുക്കത്തുള്ളൂ. റെഫ്രിജറന്റ് ഈസ് എ കെമിക്കൽ കോമ്പൗണ്ട് ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് ദ ഹീറ്റ് കാരിയർ ഇൻ റെഫ്രിജറേഷൻ സിസ്റ്റം. ഇറ്റ് അബ്സോർബ് ഹീറ്റ് ബൈ ഇവാപറേറ്റിംഗ് അറ്റ് ലോ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആൻഡ് റിമൂവ് ദ ഹീറ്റ് ബൈ കണ്ടൻസിങ് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നമ്മൾ പഠിച്ചതാണ്. റെഫ്രിജറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് കാരിയർ ആണ്. അപ്പൊ എങ്ങനെയാണ് സംഭരിക്കുന്നത്? ഇവാപറേറ്റർ വെച്ചിട്ട് ലോ ടെമ്പറേച്ചർ ലോ പ്രഷറിൽ ഇവാപറേറ്റ് ചെയ്തിട്ടാണ്. അതുപോലെ അതിനെ കളയുന്നത് എങ്ങനെയാണ്? കണ്ടൻസർ വെച്ചിട്ട് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷറിൽ കണ്ടൻസ് ചെയ്തിട്ടാണ് ഹീറ്റ് പുറത്തേക്ക് വിടുന്നത്. ഈ റെഫ്രിജറന്റിന്റെ ഒരുപാട് സിലിണ്ടറുകൾ, പല തരത്തിലും പല അളവിലുമുള്ള സിലിണ്ടറുകൾ. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം പല കളറും ഉണ്ടാവും. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട്. റെഫ്രിജറന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല തരത്തിലുള്ള റെഫ്രിജറന്റ് കിട്ടും. CFC റെഫ്രിജറന്റുകൾ എന്ന് പറയും. ക്ലോറോ ഫ്ലൂറോ കാർബൺസ് എന്ന് പറയുന്ന റെഫ്രിജറന്റുകൾ. ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ക്ലോറിൻ ഉണ്ട്. ഈ ക്ലോറിൻ നമ്മുടെ ഓസോൺ ലെയറിനെ ഡിപ്ലീറ്റ് ചെയ്യിക്കുന്നുണ്ട്. ഇപ്പോൾ അത്തരം റെഫ്രിജറന്റ് ഒരു 90കളിൽ തൊട്ട് 1990 മുതൽ ഇത്തരം റെഫ്രിജറന്റുകൾ നമ്മൾ നിയന്ത്രിച്ചിട്ടുണ്ട്, നിരോധിച്ചിട്ടുണ്ട്. ഹൈഡ്രോ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് എന്ന് പറയും. CFC റെഫ്രിജറന്റ് പകരമായിട്ട് കുറച്ച് നാളത്തേക്കും കൂടി ഉപയോഗിക്കാൻ അനുവാദം കൊടുത്തിട്ടുള്ള റെഫ്രിജറന്റ് ആണ് R22 ആണ്. R123 R124 എന്നൊക്കെ പറയുന്ന റെഫ്രിജറന്റുകളാണ്. ഇത് പരമാവധി ഇപ്പൊ പുതിയ വരുന്ന സിസ്റ്റത്തിലൊന്നും ഇത്തരം റെഫ്രിജറന്റ് ഉപയോഗിക്കുന്നില്ല. പഴയ സിസ്റ്റം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇനി HFC ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ റെഫ്രിജറന്റ് ക്ലോറിൻ ഇല്ല, അതുകൊണ്ട് ഓസോൺ ലെയറിന് കേടൊന്നും ഉണ്ടാക്കുന്നില്ല. ക്ലോറിനാണ് ഓസോൺ ലെയറിന് കേടുണ്ടാക്കുന്നത്. അതിൽ പക്ഷേ ഗ്ലോബൽ വാർമിങ്ങിന് മറ്റ് റെഫ്രിജറന്റ് വെച്ച് നോക്കുമ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാക്കും. അതുകൊണ്ട് ഇത്തരം റെഫ്രിജറന്റും അധികമായി ഉപയോഗിക്കുന്നില്ല. പിന്നീടുള്ളത് FC ഫ്ലൂറോ കാർബൺസ്. ഫ്ലൂറോ കാർബൺ കണ്ടെയ്ൻ നോ ക്ലോറിൻ ആൻഡ് ആർ നോട്ട് ഹാർംഫുൾ ടു ദ ഓസോൺ ലെയർ. ഹവർ ദേ ആർ എക്സ്ട്രീംലി സ്റ്റേബിൾ ആൻഡ് ദേ ഹാവ് എ ഹൈ GWP. ഇതിൽ ഉള്ള മിക്സർ R403 R408 ഫ്ലൂറോ കാർബൺ ഗ്രൂപ്പിൽ വരുന്ന റെഫ്രിജറന്റ് ആണ്. ഇനി ഹൈഡ്രോ കാർബൺ HC റെഫ്രിജറന്റ് അത് ഉപയോഗിക്കുന്നുണ്ട്. ഹൈഡ്രോ കാർബൺസ് ആർ ഹാംലെസ് ടു ദ ഓസോൺ ലെയർ
അതിന്റെ ODP വാല്യൂ 0 ആണ്. ആൻഡ് ഹാർഡ്ലി എനി ഡയറക്റ്റ് ഗ്രീൻ ഹൗസ് GWP 5 താഴെയാണ്. ബട്ട് ദേ ആർ ഹൈലി ഫ്ലെയിമബിൾ. ഇതിനൊരു കുഴപ്പമുണ്ട്. ഇത് എൻവിറോൺമെന്റിന് വളരെ നല്ലതാണെങ്കിലും ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തീ പിടിക്കുന്നതാണ്. അതായത് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന പദാർത്ഥം പെട്ടെന്ന് തീ പിടിക്കുന്നതാണ്. പ്രൊപ്പൈനും ബ്യൂട്ടൈനും ഒക്കെയാണ്. പ്രൊപ്പൈനും ബ്യൂട്ടൈനുമാണ് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ അകത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തേക്കുക, പ്രൊപ്പൈനും ബ്യൂട്ടൈനും. അതേ സാധനം തന്നെയാണ് അതിലെ പ്രൊപ്പൈൻ എന്ന് പറയുന്ന സാധനം അല്ലെ ബ്യൂട്ടൈൻ എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ റെഫ്രിജറന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെയുള്ള ഒരു നല്ല റെഫ്രിജറന്റ് ആയിരുന്നു NH3 അഥവാ അമോണിയ. അമോണിയ R717 ആണ്. അത് നല്ലൊരു റെഫ്രിജറന്റ് ആണ്. പക്ഷെ അതിനൊരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൈലി ടോക്സിക് ആണ്. ഇത് നമുക്ക് ശ്വസിച്ചൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് മരണം തന്നെ സംഭവിക്കുക, അസാഡസ് ആണ്. ഇതിന്റെ വളരെ ചെറിയ കോൺസെൻട്രേഷൻ വരെ ആൾക്കാർക്ക് വൊമിറ്റിങ്ങും ഹെഡേക്കും ഒക്കെ ഉണ്ടാക്കും. പിന്നെ ഇതിന്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ചെറിയ ലീക്ക് പോലും ഇത് സെൽഫ് അലേർട്ടിംഗ് ഗ്യാസ് എന്ന് പറയും. അതായത് ചെറിയ ലീക്ക് ഉണ്ടെങ്കിൽ പോലും കണ്ടുപിടിക്കാൻ പറ്റും. ഇതിന്റെ ODPയും GW ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലും 0 തന്നെയാണ്. അതുകൊണ്ട് ഇത് മറ്റ് ദൂഷ്യം ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇതിന് അതുപോലെ തന്നെ മറ്റ് റെഫ്രിജറേഷൻ പ്രോപ്പർട്ടി ഒക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ റെഫ്രിജറേറ്ററിന്റെ പ്രോപ്പർട്ടി പഠിക്കും. അതൊക്കെ ഏറ്റവും ഗുണമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ചില്ലിംഗ് പ്ലാന്റുകളിലും വലിയ പ്ലാന്റുകളിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഇത് അമോണിയ ഉപയോഗിക്കുന്നത്. ഏറ്റവും ആദ്യകാലത്ത് മുതൽ ഇപ്പം വരെ തുടർന്ന് ഉപയോഗിക്കുന്ന ഏക റെഫ്രിജറന്റുമാണ് അമോണിയ. അതുപോലെ റെഫ്രിജറന്റുകളുടെ സ്വഭാവം, റെഫ്രിജറന്റുകൾക്ക് വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവ ലോ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കണം. നമുക്കറിയാം റെഫ്രിജറന്റ് എത്ര ഡിഗ്രി ടെമ്പറേച്ചർ ബോയിൽ ചെയ്യുമോ അത്രയും തണുപ്പേ ഉണ്ടാക്കാൻ പറ്റും, അല്ലെ അത്രയും താപമേ നീക്കം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു റെഫ്രിജറന്റ് 10 ഡിഗ്രിയിലാണ് ബോയിൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ സാധാരണഗതിയിൽ 10 ഡിഗ്രി തണുപ്പ് ഉണ്ടാക്കാൻ പറ്റും, ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ റെഫ്രിജറന്റ് ബോയിലിംഗ് പോയിന്റ് പലതും മൈനസ് ആണ്. അപ്പോൾ ലോ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കണം, ഹൈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആയിരിക്കണം, ഹൈ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഇത് ലിക്വിഡിൽ നിന്നും വേപ്പറായിട്ട് മാറുമ്പോൾ ലീനതാപമായിട്ട് ലേറ്റന്റ് ഹീറ്റായിട്ട് ധാരാളം താപം ആഗിരണം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ അമോണിയൊക്കെ ഇപ്പോഴും വലിയ പ്ലാന്റിൽ ഉപയോഗിക്കുക. അമോണിയക്ക് ഹൈ ലേറ്റന്റ് ഹീറ്റ് വേപ്പറൈസേഷൻ ഉണ്ട്. അപ്പോൾ അതൊരു ഘടകമാണ്. ഹൈ ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഉണ്ടായിരിക്കണം. ലോ സ്പെസിഫിക് ഹീറ്റ് ഓഫ് ലിക്വിഡ്, പെട്ടെന്ന് ലിക്വിഡ് വേപ്പറായിട്ട് മാറണം, സ്പെസിഫിക് ഹീറ്റ് കുറവായിരിക്കണം. ലോ സ്പെസിഫിക് വോളിയം ഓഫ് വേപ്പർ, ഇതിന്റെ വേപ്പറിന് വോളിയം കുറവായിരിക്കണം. വോളിയം കൂടുതലുണ്ടെങ്കിൽ വലിയ കംപ്രസറുകൾ ഉപയോഗിക്കണം. അതായത് നമ്മുടെ സെൻട്രൽ കംപ്രസറൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, അത്രയും കംപ്രസറൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ സ്പെസിഫിക് വോളിയം കുറവാണെങ്കിൽ കപ്പാസിറ്റി കുറഞ്ഞ കംപ്രസറും ഉപയോഗിച്ചാൽ മതിയാവും. നോൺ കൊറോസീവ് ടു ദ മെറ്റൽ, ഇത് മെറ്റലുമായിട്ട് രാസപ്രവർത്തനം ഒന്നും നടത്തുന്നതായിരിക്കരുത്. നോൺ ഫ്ലെയിമബിൾ ആൻഡ് നോൺ എക്സ്പ്ലോസീവ്. നോൺ ഫ്ലെയിമബിൾ ആയിരിക്കണം. നമുക്ക് നമ്മൾ പറഞ്ഞില്ലേ HC ഹൈഡ്രോ കാർബണിന്റെ കാര്യം, അത് ഫ്ലെയിമബിൾ ആണ്. അപ്പോൾ ഫ്ലെയിമബിൾ ആവരുത്, എക്സ്പ്ലോസീവ് ആവരുത്. അതുപോലെ നോൺ ടോക്സിക് ആയിരിക്കണം, വിഷം ഉള്ളതായിരിക്കരുത്, ഹാനികരമായിരിക്കരുത്. ലോ കോസ്റ്റ്, വില കുറവായിരിക്കണം. അതിന്റെ ഓയിലുമായിട്ട് നന്നായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതായിരിക്കണം. ലീക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നതായിരിക്കണം. സേഫ് ആൻഡ് ടോക്സിറ്റി. ക്ലാസ് A റെഫ്രിജറന്റ് എന്ന് പറയുന്നത് ലോ ടോക്സിസിറ്റി ആണ്. ക്ലാസ് B ആണ് ഹൈ ടോക്സിസിറ്റി ആണ്. അതായത് നമ്മുടെ അമോണിയയും അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ ടോക്സിറ്റി കൂടുതലാണെന്ന് പറയും. അതുപോലെ ക്ലാസ് 1 റെഫ്രിജറന്റ് എന്ന് പറഞ്ഞാൽ ലോ ഫ്ലെയിമബിലിറ്റി ആണ്, തീ പിടിക്കാൻ സാധ്യത കുറവാണ്. ക്ലാസ് 2L എന്ന് പറഞ്ഞാൽ ഓൺലി മിഡിൽ ഫ്ലെയിമബിൾ ആണ്. ക്ലാസ് 2 റെഫ്രിജറന്റ് എന്ന് പറഞ്ഞാൽ ലോ ഫ്ലെയിമബിലിറ്റി ബട്ട് ഹയർ ദാൻ 2L. 2Lനേക്കാളും കുറച്ചുകൂടി തീ പിടിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ക്ലാസ് 3 റെഫ്രിജറന്റ് എന്ന് പറഞ്ഞാൽ ഹൈലി ഫ്ലെയിമബിൾ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച ഹൈഡ്രോ കാർബൺ റെഫ്രിജറന്റ് 290, 600 ഒക്കെ എന്താണ്, ഹൈലി ഫ്ലെയിമബിൾ ആണ്. അപ്പം ഇത് ഇങ്ങനെ റെഫ്രിജറന്റിന്റെ കൂട്ടത്തില് അവരുടെ കമ്പനി ഈ ക്ലാസ് ഏത് ക്ലാസ്സിലുള്ള റെഫ്രിജറന്റ് ആണെന്ന് പറഞ്ഞിട്ട് A ക്ലാസ് ആണോ B ആണോ, ക്ലാസ് 1A ആണ് നല്ലത്. കാരണം എന്താണ്, അത് ലോ ഫ്ലെയിമബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ലോ ടോക്സിറ്റി ആണ്. അപ്പൊ ക്ലാസ് 1A എന്ന് പറയുന്നത് വളരെ നല്ല റെഫ്രിജറന്റ് ആണ്. തീ പിടിക്കുന്നതൊക്കെ ആണെങ്കിൽ എന്ത് വരും, ക്ലാസ് 1 3യിലേക്കൊക്കെ പോകും. അപ്പൊ അത് നോക്കുമ്പോൾ നമുക്കറിയാം ഇത് ഏതാണ്, തീ പിടിക്കുന്നതാണോ, ടോക്സിറ്റി ഉള്ളതാണോ, ഫ്ലെയിമബിൾ ആണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സേഫ്റ്റി കൊടുത്തിരിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് റെഫ്രിജറന്റ്. R32 ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്ന റെഫ്രിജറന്റ്. R32 ഈസ് എ HFC റെഫ്രിജറന്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നതാണ്. യൂസ്ഡ് ലോ ടെമ്പറേച്ചർ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങിൽ ഉപയോഗിക്കുന്നതാണ് R32. R41A ഇത് സിയോട്രോപിക് ആണ്, HFC ബ്ലെൻഡ് ആണ്.
R125 R32 കൂടെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ R410A കിട്ടും. R600A എന്ന് പറയുന്നത് ഇസ് എ റെഫ്രിജറന്റ് ഗ്രേഡ് ഐസോബ്യൂട്ടൈൻ യൂസ്ഡ് ആസ് എ റീപ്ലേസ്മെന്റ് ഫോർ R12 ആൻഡ് R134A ആണ്. സീറോ ഓസോൺ ഡിപ്ലീഷൻ ലെയർ ആണ്, അതുപോലെ ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ ആണ്, നെഗ്ലിജിബിൾ ഗ്ലോബൽ വാർമിംഗും ആണ്. R134A ഈസ് ഓൾസോ നോൺ ആസ് ടെട്രാഫ്ലൂറോഈഥെയ്ൻ ഫ്രം ദ ഫാമിലി ഓഫ് HFC ആണ്. ഇത് ഒരു HFCയിൽ വരുന്നതാണ് 32ന്റെ കൂടെ. ഇത് ഓട്ടോമോട്ടീവ് എയർ കണ്ടീഷനിൽ ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ്. R12നും R22നും പകരമായിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത്. R290 ഈസ് എ റെഫ്രിജറന്റ് ഗ്രേഡ് പ്രൊപ്പൈൻ ആണത്. പ്രൊപ്പൈൻ ആണ്, മറ്റേ 600 ബ്യൂട്ടൈൻ ആയിരുന്നു, ഇത് പ്രൊപ്പൈൻ ആണ്. യൂസ്ഡ് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു 404A ആൻഡ് 407 സീരീസ് റെഫ്രിജറന്റ്. എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലൊക്കെ ഇതാണ് വരുന്നത്. R290 ഈസ് എ ഹൈഡ്രോകാർബൺ ആൻഡ് ഓൾസോ ഹൈലി ഫ്ലെയിമബിൾ. ഇറ്റ് ഈസ് ആൻ എഫിഷ്യന്റ് റെഫ്രിജറന്റ് ദാറ്റ് ഹാസ് ലോ ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യൽ. ഗ്ലോബൽ വാർമിംഗ് പൊട്ടൻഷ്യലും ഒക്കെ ഏറ്റവും കുറവുള്ള ഒരു റെഫ്രിജറന്റും കൂടിയാണ്. ഇത്തരം റെഫ്രിജറന്റുകളാണ് ഇപ്പോൾ പുതിയ സിസ്റ്റത്തിലൊക്കെ ഈ റെഫ്രിജറന്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടതിലൊക്കെ R134A R22 എന്നൊക്കെ നമ്മൾ കണ്ടില്ല, അത് റെഫ്രിജറന്റ് തിരിച്ചറിയാനുള്ള നമ്പറിംഗ് ആണ്. ഈ നമ്പർ അനുസരിച്ച് സിലിണ്ടറുകൾക്കും കളർ കോഡിംഗ് ഉണ്ട്, അത് നമ്മൾ നോക്കുന്നുണ്ട്. അത് ഒരു ഉദാഹരണത്തിന് വെറുതെ നോക്കാം. നമുക്ക് R134A എന്ന് പറഞ്ഞാൽ എന്താണ്? R എന്നുള്ളത് എഴുതുന്ന എല്ലാം റെഫ്രിജറന്റ് എന്ന് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ടുള്ള ആറിനോട് അടുത്തുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിന്റെ അകത്ത് എത്ര കാർബൺ ആറ്റം ഉണ്ട്. അതായത് ഇപ്പം R134A നമ്മൾ നേരത്തെ പഠിച്ചത് CH2FCF3 എന്നാണ്. അതാണ് അതിന്റെ കെമിക്കൽ ഫോർമുല. അപ്പൊ ആ കെമിക്കൽ ഫോർമുലയിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്, അപ്പൊ അത് ഇന്ന് ഒരെണ്ണം കുറച്ചിട്ടുള്ള നമ്പരാണ്. ഇപ്പൊ ഇവിടെയാണെങ്കിൽ 2 കാർബൺ ആറ്റം ഉണ്ട്. ആ 2 കാർബൺ ആറ്റത്തിൽ നിന്ന് ഒരെണ്ണം കുറച്ച് കഴിയുമ്പോൾ 1 വന്നു. പിന്നെ അതിനോട് ചേർന്നുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം പ്ലസ് 1 ആണ്. എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടോ അതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുന്നതാണ്. അതായത് ഇവിടെയാണെങ്കിൽ എന്താണ് H2 ആണ്, 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുമ്പോൾ 3 കിട്ടി. അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ ദ നമ്പർ ഓഫ് ഫ്ലൂറിൻ ആറ്റം ആണ്. ഇതിന്റെ അകത്ത് എത്ര ഫ്ലൂറിൻ ആറ്റം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അതിന്റെ അകത്ത് 4 ഫ്ലൂറിൻ ആറ്റമാണ്. അതായത് എത്രയാണ്? F3, ഒരു F ഉണ്ട്, ഒരു F3 ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 4 ഫ്ലൂറിൻ ആറ്റം ഉണ്ട്. പിന്നെ അതിന്റെ ലോവർ കേസ് ലെറ്റർ സ്പെസിഫിക് ഐസോമർ അല്ലെ മോളിക്കുലർ ഫോർമുലേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ആ ലെറ്ററുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ 134A എങ്ങനെയാ വന്നെന്ന് മനസ്സിലായില്ലേ? ആദ്യത്തേത് എത്ര കാർബൺ ആറ്റം ഉണ്ടോ അതിൽ നിന്ന് ഒരെണ്ണം കുറയ്ക്കുന്നു. രണ്ടാമത്തത് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടോ അതിനോട് 1 കൂട്ടുന്നു. മൂന്നാമത്തത് എത്ര ഫ്ലൂറിൻ ആറ്റം ഉണ്ടോ അങ്ങനെ തന്നെ എഴുതുന്നു. പിന്നെ ഒരു ലെറ്റർ ഉണ്ടാവും, അത് ഐസോമർ എന്ത് പ്രവർത്തനത്തിലാണത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് കാണിക്കുന്നതാണ്. അതുപോലെ R22 നോക്കിയാലും ഇത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ കാർബൺ ആറ്റം ഇല്ലെങ്കിൽ, ഒരു കാർബൺ ഉള്ളെങ്കിൽ അതിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 0 വരികയില്ലേ? 022 എന്ന് എഴുതാറില്ല, 0 ഒഴിവാക്കി കളയും. അപ്പൊ അതുകൊണ്ടാണ് R22 രണ്ടാമത്തെ ലെറ്റർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആണ്. ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ 3 ലെറ്റർ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അകത്ത് ഒരു കാർബൺ ആറ്റം ഉള്ളതാണ്. 3 ലെറ്റർ ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് ഒന്നിൽ കൂടുതൽ കാർബൺ ആറ്റം ഉണ്ടാവും. 2 ലെറ്റർ ഉള്ളെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അകത്ത് കാർബൺ ആറ്റം ഉണ്ടാവില്ല. ഇപ്പൊ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം പ്ലസ് 1 ആണ് 2. അപ്പൊ അതിന്റെ അകത്ത് എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? H. അതിന്റെ ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചു, CHClF2 ആണ് R22 എന്ന് പറയാം. അപ്പോൾ ഒരു ഹൈഡ്രജനും ഉള്ളൂ. അതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുമ്പോൾ 2. പിന്നെ നമ്പർ ഓഫ് ഫ്ലൂറിൻ ആറ്റം എന്ന് പറയുന്നത് എത്ര ഫ്ലൂറിൻ ഉണ്ട്? 2 ഫ്ലൂറിൻ ആറ്റം ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ 22 എന്ന് വെട്ടിക്കുന്നത്. അപ്പോൾ നമ്മൾ ആറ്റത്തിന് R22 എന്ന് വരാൻ കാരണം അതാണ്. അതിന് ആദ്യം 2 അക്കമായിട്ട് വരാൻ കാരണം അതിൻ്റെ അകത്ത് കാർബൺ ആറ്റം ഒരെണ്ണം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്തു? അത് ഒഴിവാക്കി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റമാണ്. ഹൈഡ്രജൻ ആറ്റം ഒരെണ്ണം ഉള്ളത് കൊണ്ട് 1 + 1 2 കിട്ടി. ഫ്ലൂറിൻ ആറ്റം 2 ഉള്ളതുകൊണ്ട് അത് 2 എഴുതി. അങ്ങനെ R22 എന്ന് കിട്ടി. ഇങ്ങനെ എല്ലാ റെഫ്രിജറന്റുകൾക്കും പേരിട്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം അഷെയർ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ് പേരുകളെല്ലാം ഇടുക. അതുപോലെ ഈ കളർ കോഡിംഗ് ഒക്കെ കൊടുത്തിരിക്കും. അപ്പോൾ ഓരോ സിലിണ്ടറിന്റെ ഗ്യാസ് തിരിച്ചറിയാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ പ്രശ്നമാണ്. പല സിലിണ്ടറുകളും റെട്രോഫിറ്റിംഗ് എന്ന് പറയും, മാറ്റി ഉപയോഗിക്കാൻ പാടില്ലാത്തതും മാറ്റി ഉപയോഗിക്കാൻ പാടുള്ളതും ഉണ്ട്. അപ്പം ചിലതും മാറ്റി ഉപയോഗിക്കാൻ പാടില്ല. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിന്റെ സിലിണ്ടറുകൾക്ക് തന്നെ കളർ കോഡിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കളർ കോഡിംഗ് നോക്കി കടകളിലെ സിലിണ്ടർ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് കളർ കോഡിംഗ്. അപ്പൊ ഇന്ന് ഇത്രയുമാണ് ഈ ഇൻസ്റ്റലേഷൻ ഓഫ് എയർ കണ്ടീഷനിൽ നമ്മൾ പോയ ഭാഗങ്ങൾ. ഇതിന്റെ ബാക്കി കാര്യങ്ങളും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഫീൽഡ് വിസിറ്റിന്റെ 2 വീഡിയോ കൂടി നിങ്ങൾ ഒന്ന് കാണേണ്ടതുണ്ട്.
അതിനോടൊപ്പം ഈ ക്ലാസ്സും കൂടെ കണ്ടു കഴിയുമ്പോൾ യൂണിറ്റ് 4 മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കൂടാതെ നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങളുടെ അധ്യാപകരൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ സംശയങ്ങൾ ചോദിക്കാൻ മടിക്കരുത്, അവർ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും. എന്റെ ക്ലാസ് ഇത്രയും സമയം കേട്ടിരുന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ നന്ദി.